ഞങ്ങൾ നല്ല പ്രതീക്ഷയിൽ തന്നെയാണ്. ഞങ്ങളെപ്പോഴും ജനങ്ങളുടെ കൂടെയാണ് നിന്നിട്ടുള്ളത്. ജനങ്ങൾ ഞങ്ങളെയും വിശ്വസിക്കുന്നുണ്ട്, ഞങ്ങൾ ജനങ്ങളെയും വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അന്തിമ വിധിയെക്കുറിച്ച് ഒരാശങ്കയും ഞങ്ങൾക്കില്ല. രാഹുൽ ഗാന്ധി ഈ അഖിലേന്ത്യാ നേതാവാണല്ലോ. പക്ഷേ സാധാരണ പ്രാദേശിക നേതാവിൻ്റെ, പ്രാദേശിക പ്രവർത്തകൻ്റെ കാര്യവിവരം പോലും ഇല്ല എന്നതാണ് വസ്തുത. ഒരു കാര്യവും നേരെ ചൊവ്വേ മനസ്സിലാക്കാൻ തയ്യാറാകില്ല. പിന്നെ കണ്ടാലും കൊണ്ടാലും പഠിക്കില്ല. ഓരോ ആൾ എന്തെങ്കിലും ഭ്രാന്ത് പറയുന്നതിന് ഞാനെന്ത് പറയാനാണ്? എന്നേക്കാൾ എന്നെ സാക്ഷി നിർത്തിയില്ല ഞാൻ സംസാരിക്കാൻ പോയത്. എന്നെല്ലാം ഭ്രാന്താണ് പറയുന്നത്. ഓരോരുത്തർ ഇപ്പൊ എന്താണെന്നറിയോ, നിങ്ങൾ കാണുന്നത് ഓരോ ആളെയും സംബന്ധിച്ച് തെറ്റായ പ്രചരണങ്ങൾ നടത്താനാണ്. നേരത്തെ ആരോ ചോദിച്ചില്ലേ, ഇത് നുണകൾ വഴിയൊന്നിൽ പ്രചരിപ്പിക്കുന്നു. ആ ഒരു രീതിയാണ് സ്വീകരിച്ചു പോകുന്നത്. ചില നിയോജക മണ്ഡലങ്ങളിൽ ഇപ്പോൾ LDF സ്ഥാനാർത്ഥി ജയിക്കുന്നു കാണുമ്പോൾ ആ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ചില ആളുകളിൽ ചില വികാരമുണ്ടാക്കാൻ മെല്ലെ പ്രചരിപ്പിക്കുന്നൊരു കാര്യം നിങ്ങൾ ഈ പറഞ്ഞതാണ്. ഇത് BJPയുടെ ആളാണ് കേട്ടോ. BJP ആണ് സഹായിക്കുന്നത്. BJPയുടെ ഇല്ല, ഞാനിത് പറഞ്ഞു ഇയാള് BJPയുടെ ആളാണ് കേട്ടോ. BJPയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് നിൽക്കുന്നത്. ഇത് നമ്മൾ നല്ലോണം കാണണം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഓർമ്മയില്ലേ? ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFനെ പരാജയപ്പെടുത്താൻ വേണ്ടി എത്ര തീവ്രമായിട്ടായിരുന്നു രണ്ടു കൂട്ടരും ശ്രമിച്ചത്. കോൺഗ്രസും UDFും BJPയും ഒരേ മനസ്സോടെയല്ലേ നീങ്ങിയത്. കോൺഗ്രസിനെയും UDFനെയും സഹായിക്കാൻ BJPയുടെ ഇടപെടലിലൂടെ കേന്ദ്ര ഏജൻസികൾ കേരളത്തിൽ വട്ടമിട്ട് പറഞ്ഞില്ലേ. രണ്ടു കൂട്ടരും ഏക മനസ്സോടെയല്ലേ നീങ്ങിയിരുന്നത്. അതും അതിനുശേഷവുമുള്ള കേരളം പരിശോധിച്ച് നോക്കി, ഒരേ രീതിയിലല്ലേ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ LDFനെ തകർക്കാൻ വേണ്ടി വിവിധ ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇടതുപക്ഷത്തിനെതിരെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതിന് BJPയുമായി കൂട്ടുകൂടുന്നതിന് ഒരു പ്രയാസവും കോൺഗ്രസിന് ഉണ്ടായിട്ടില്ല. ഇതാണ് നമ്മുടെ ഇവിടുത്തെ അനുഭവം. ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്നത് മാത്രമേ ഇതിനെക്കുറിച്ച് കാണേണ്ടൂ. ഓരോ ആൾ എന്തെങ്കിലും ഭ്രാന്ത് പറയുന്നതിന് ഞാനെന്ത് പറയാനാണ്? എന്നേക്കാൾ എന്നെ സാക്ഷി നിർത്തിയില്ല ഞാൻ സംസാരിക്കാൻ പോയത്. എന്നെല്ലാം ഭ്രാന്താണ് പറയുന്നത്. ഓരോരുത്തർ ഇപ്പൊ എന്താണെന്നറിയോ, നിങ്ങൾ കാണുന്നത് ഓരോ ആളെയും സംബന്ധിച്ച് തെറ്റായ പ്രചരണങ്ങൾ നടത്താനാണ്. നേരത്തെ ആരോ ചോദിച്ചില്ലേ, ഇത് നുണകൾ വഴിയൊന്നിൽ പ്രചരിപ്പിക്കുന്നു. ആ ഒരു രീതിയാണ് സ്വീകരിച്ചു പോകുന്നത്. ചില നിയോജക മണ്ഡലങ്ങളിൽ ഇപ്പോൾ LDF സ്ഥാനാർത്ഥി ജയിക്കുന്നു കാണുമ്പോൾ ആ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ചില ആളുകളിൽ ചില വികാരമുണ്ടാക്കാൻ മെല്ലെ പ്രചരിപ്പിക്കുന്നൊരു കാര്യം നിങ്ങൾ ഈ പറഞ്ഞതാണ്. ഇത് BJPയുടെ ആളാണ് കേട്ടോ. BJPയാണ് സഹായിക്കുന്നത്. BJPയുടെ ഇല്ല, ഞാനിത് പറഞ്ഞു ഇയാള് BJPയുടെ ആളാണ് കേട്ടോ. BJPയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് നിൽക്കുന്നത്. ഇത് നമ്മൾ നല്ലോണം കാണണം. അപ്പോൾ അയാളാണെങ്കിൽ നല്ല രീതിയിൽ കേരളം പൊതുവിൽ അംഗീകരിക്കുന്ന ആളായിരിക്കും. നല്ല പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അയാൾക്കെതിരെയാണ് ഈ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള പ്രചരണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ഉദ്ദേശം? പാവപ്പെട്ടവരെ തെറ്റിദ്ധരിപ്പിച്ച് അവരെ LDFനെതിരാക്കി മാറ്റാൻ പറ്റും. ഒരുപാട് ആളുകൾ LDFനെ അനുകൂലിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇത് സംഭവിക്കുന്നത്. അതാണ് നാം കാണുന്നത്. രാഹുൽ ഗാന്ധി ഈ അഖിലേന്ത്യാ നേതാവാണല്ലോ. പക്ഷേ സാധാരണ പ്രാദേശിക നേതാവിൻ്റെ, പ്രാദേശിക പ്രവർത്തകൻ്റെ കാര്യവിവരം പോലും ഇല്ല എന്നതാണ് വസ്തുത. ഒരു കാര്യവും നേരെ ചൊവ്വേ മനസ്സിലാക്കാൻ തയ്യാറാകില്ല. പിന്നെ കണ്ടാലും കൊണ്ടാലും പഠിക്കില്ല. അതൊന്നും
ഒരു രാഷ്ട്രീയ നേതാവിന് ചേർന്ന ഗുണമല്ല. ഇത്രമാത്രം അധപ്പതനം എങ്ങനെയാണ് കോൺഗ്രസ്സുകാരാകെ സർവാദരണീയനായ നേതാവെന്ന് കാണുന്ന ഒരു നേതാവിൽ ഉണ്ടാകുന്നത് എന്ന് ഒരു തരത്തിലും മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യം. ഇവിടെ രാഹുൽ ഗാന്ധിയുടെ നില എന്താ? രാഹുൽ ഗാന്ധിയും ഇന്ത്യയിലെ കോൺഗ്രസും രാജ്യത്തെ BJPയുടെ ബി ടീമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതിനുതകുന്ന സമീപനമാണ് രാഹുൽ ഗാന്ധി എല്ലായിടങ്ങളിലും സ്വീകരിക്കുന്നത്. ഇപ്പോൾ കേസിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ബി ജെ പി ഇതര കക്ഷികൾക്കെതിരെ ഒട്ടേറെ കേസുകൾ എടുത്തിട്ടുണ്ട്, വേട്ടയാടിയിട്ടുണ്ട്, പ്രതിപക്ഷ പാർട്ടികൾ വേട്ടയാടപ്പെട്ടിട്ടുണ്ട്. ആ ഘട്ടത്തിൽ ഡൽഹിയെ പറ്റി അറിയാലോ. ഡൽഹിയിൽ വടക്കേ ഇന്ത്യയിൽ BJPക്ക് ഇല്ലാത്ത ഒരു സംസ്ഥാനം ഡൽഹി ആയിരുന്നല്ലോ. ആ ഡൽഹിയിൽ കെജ്രിവാൾ മുഖ്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽപ്പെട്ട ഒരു മന്ത്രി അറസ്റ്റ് ചെയ്തു. കോൺഗ്രസ്സുകാരും രാഹുലും പറഞ്ഞ എന്താ, ഇയാളെ അറസ്റ്റ് ചെയ്തിട്ട് എന്താണ് കാര്യം, എന്തുകൊണ്ടാണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാത്തത്? ഇതായിരുന്നില്ലേ ചോദ്യം. കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാത്തതിനെ കുറിച്ച് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും അല്ലേ ചോദിക്കുന്നു. പിന്നീട് അറസ്റ്റും കേസും ഉണ്ടായി. ഇപ്പോൾ എന്ത് സംഭവിച്ചു? കോടതി കെജ്രിവാളിനെ കുറ്റവിമുക്തനാക്കി. BJPയുടെ മുഖത്ത് മാത്രമാണോ അടിയേറ്റത്? രാഹുൽ ഗാന്ധിയുടെ മുഖത്തുമല്ലേ? രണ്ടു പേരുടെ മുഖത്തും കനത്തി അടിയേറ്റില്ലേ? ആ അനുഭവത്തിൽ നിന്നെങ്കിലും പാഠം പഠിക്കുന്നുണ്ടോ? എന്താണ് ഡൽഹിയിലെ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത്? ഡൽഹിയിൽ കോൺഗ്രസിന് എന്താണ് സാധ്യതയുണ്ടായിരുന്നത്? സാധ്യതയൊന്നുമില്ലല്ലോ, പൂജ്യമായിരുന്നല്ലോ. അവിടെ കെജ്രിവാളിൻ്റെ പാർട്ടിക്കാണല്ലോ സാധാരണഗതിയിൽ ജയസാധ്യതയുള്ളത്. BJP പരാജയപ്പെടണം എന്നാഗ്രഹിക്കുന്ന BJP ഇതര കക്ഷികൾ എന്ത് നിലപാടാണ് സ്വീകരിക്കുക? കോൺഗ്രസ് BJP അധികാരത്തിൽ വരുന്നത് എന്നുള്ള നിലപാടാണോ ഡൽഹിയിൽ സ്വീകരിച്ചത്? AAPയെ ശക്തമായി എതിർക്കുന്ന നിലപാടല്ലേ സ്വീകരിച്ചത്? അവിടെ BJPക്ക് അധികാരത്തിൽ വരാൻ കഴിഞ്ഞല്ലോ. അതിനിടയാക്കിയത് കോൺഗ്രസിന്റെ കൂടി സമീപനല്ലേ? BJPയുടെ ഒരു സഖ്യശക്തിയായി പ്രവർത്തിക്കുന്ന നാട്ടിലല്ലേ ഇവർ പെരുമാറിയത്? BJPയെ സഹായിക്കുന്ന നിലപാടല്ലേ ഉണ്ടായത്? അപ്പോൾ BJPയുടെ ബി പാർട്ടിയായിട്ട് മാറുന്ന അവസ്ഥയല്ലേ ഉണ്ടായത്? ഇത് ഡൽഹിയുടെ കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞതാണ് മറ്റേ കാര്യവും. നിങ്ങൾ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ട് വീണ്ടും പറയുകയാണ്. ഹരിയാനയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP ജയിക്കുമെന്ന് ആരെങ്കിലും കണക്കാക്കിയോ? BJP പോലും കണക്കാക്കിയിട്ടില്ല. എങ്ങനെയാണ് BJPക്ക് ജയിക്കാൻ പറ്റിയത്? ഇന്ന് രാജ്യത്ത് BJP നേരിടാൻ BJP ഇതര രാഷ്ട്രീയ പാർട്ടികൾ ഒറ്റക്കൊറ്റക്ക് വിചാരിച്ചാൽ കഴിയാത്ത അവസ്ഥയുണ്ട്. ഇപ്പോൾ BJP നേരിടാൻ വേണ്ടിയുള്ളൊരു കൂട്ടായ്മ ഉണ്ടാവണം. ഹരിയാനയിൽ ആ കൂട്ടായ്മ ഉണ്ടാകുന്നതിനെതിരായ നിലപാടാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും സ്വീകരിച്ചത്. അതിൻ്റെ ഫലമെന്താ? BJP ഇതര വോട്ടുകൾ ശിഥിലമായി. ആരെ സഹായിച്ചു? അധികാരത്തിൽ വരില്ല എന്ന് കണക്കാക്കിയ BJP വീണ്ടും അധികാരത്തിൽ വന്നു. ആരാണ് ബി പാർട്ടി ആയത്? കോൺഗ്രസ് അല്ലേ? രാഹുൽ ഗാന്ധിയല്ലേ? BJPയെ സഹായിക്കുന്നവരല്ലേ ഫലത്തിലുണ്ടായത്? ബീഹാർ അടക്കമുള്ള തെരഞ്ഞെടുപ്പുകൾ, ആ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ആദ്യം കാണുന്നത് എന്താ? രംഗമാകെ കലുഷിതമാക്കും. രംഗമാകെ വഷളാക്കിയാൽ ആർക്കാ ഗുണം? യോജിക്കേണ്ട ശക്തികൾ തമ്മിലുള്ള യോജിപ്പ് വളർത്തിയെടുക്കുന്നതിന് പകരം ആ യോജിപ്പിനകത്ത് കലുഷിതമായ അന്തരീക്ഷം ഉണ്ടാക്കുകയാണ്. ആ കലുഷിതമായ അന്തരീക്ഷം ഉണ്ടാക്കുന്നതിന് എല്ലായിടങ്ങളിലും കോൺഗ്രസും രാഹുൽ ഗാന്ധിയല്ലേ നേതൃത്വം കൊടുത്തത്? അത്
ബി ജെ പി ഗുണകരമായിട്ട് മാറും. ചിലയിടത്ത് അവസാന വിജയവും കോൺഗ്രസ് ബി ജെ പിക്ക് ഉണ്ടാകും. ഇതല്ലേ സംഭവിച്ചത്? അപ്പോൾ രാഹുൽ ഗാന്ധിയും കോൺഗ്രസുമാണ് ബി ജെ പിയുടെ ബി പാർട്ടിയായിട്ട് പ്രവർത്തിക്കുന്നത്. ഞങ്ങളെല്ലായിടവും ശക്തമായ നിലപാട് സ്വീകരിച്ചു, അതിശക്തമായ നിലപാട്. അതിലൊരു വിട്ടുവീഴ്ചയുമില്ല. കണ്ടാലും കൊണ്ടാലും പഠിക്കാത്തത് കൊണ്ട് രാഹുൽ ഗാന്ധി വീണ്ടും വീണ്ടും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇവിടെ ഞാൻ അത്തരൊരു പ്രസ്താവന കണ്ടിട്ടില്ല. ഇവിടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ കേരളത്തിൽ എന്ത് സമീപനമാണ് UDF ഒക്കെ സ്വീകരിക്കുന്നത് എല്ലാവർക്കും അറിയാം. ആ സമീപനം അവരെ വലിയ തോതിൽ പ്രതിരോധത്തിലായിക്കൊണ്ടിരിക്കുക. ജനാധിപത്യ ശക്തികൾ നല്ല രീതിയിൽ അതിനെ ചോദ്യം ചെയ്യുന്ന അവസ്ഥ വന്നിട്ടുണ്ട്. അതിൻ്റേതായ വേവലാതി അവരുടെ ഇടയിൽ നല്ലതുപോലെ കാണാനുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞങ്ങൾ നല്ല പ്രതീക്ഷയിൽ തന്നെയാണ്. ഞങ്ങളെപ്പോഴും ജനങ്ങളുടെ കൂടെയാണ് നിന്നിട്ടുള്ളത്. ജനങ്ങൾ ഞങ്ങളെയും വിശ്വസിക്കുന്നുണ്ട്, ഞങ്ങൾ ജനങ്ങളെയും വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അന്തിമ വിധിയെക്കുറിച്ച് ഒരാശങ്കയും ഞങ്ങൾക്കില്ല. ബാക്കി കാര്യങ്ങൾ പിന്നെ പറയാമോ? പിന്നീട് പറയാം.